ഇസ്രായേലിനെ ഇന്ന് അംഗീകരിക്കാൻ കഴിയുമെന്ന് സൗദി കിരീടാവകാശി സൽമാൻ സ്വകാര്യമായി പറഞ്ഞതായി റിപ്പോർട്ട്. ഇസ്രായേലിനെ ഇന്ന് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇസ്രായേലിലെ സുവിശേഷ പ്രവർത്തകനും യു.എസ്. പൗരനുമായ മൈക്ക് ഇവാൻസിനോട് സ്വകാര്യമായി പറഞ്ഞതായി വാർത്ത. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവ് സൽമാൻ രാജാവ് തടസ്സമായി തുടരുമെന്ന് തിങ്കളാഴ്ച ഇസ്രായേൽ സന്ദർശന വേളയിൽ ഇവാൻസ് ഒരു മാധ്യമത്തോട് പറഞ്ഞു. കിരീടാവകാശിയുമായി സംസാരിച്ചപ്പോൾ ഇന്നു തന്നെ ഇസ്രായേലിനെ അംഗീകരിക്കുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. പക്ഷേ തന്റെ പ്രശ്നം തന്റെ പിതാവാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രണ്ട്സ് ഓഫ് സിയോണിന്റെ സ്ഥാപകനും ദീർഘകാലമായി ഇസ്രായേലിലെ സുവിശേഷകനും പത്രപ്രവർത്തകനും നിരൂപകനും ഒക്കെയായി സേവനം അനുഷ്ഠിക്കുന്ന ഇവാൻസ് സൗദി കിരീടാവകാശിയുമായി 2 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഹമ്മദ് സൽമാന്റെ സഹോദരനും സൗദി വിദേശകാര്യ മന്ത്രിയും സന്നിഹിതരായിരുന്നെന്നും പറഞ്ഞു. അദ്ദേഹവും സമാനമായ അഭിപ്രായം പ്രകടിപ്പിച്ചതായി ഇവാൻസ് കൂട്ടിച്ചേർത്തു. ഇസ്രായേലിനെ ഇന്ന് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇസ്രായേലിലെ സുവിശേഷ പ്രവർത്തകനും യു.എസ്. പൗരനുമായ മൈക്ക് ഇവാൻസിനോട് സ്വകാര്യമായി പറഞ്ഞതായി വാർത്ത. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവ് സൽമാൻ രാജാവ് തടസ്സമായി തുടരുമെന്ന് തിങ്കളാഴ്ച ഇസ്രായേൽ സന്ദർശന വേളയിൽ ഇവാൻസ് ഒരു മാധ്യമത്തോട് പറഞ്ഞു. കിരീടാവകാശിയുമായി സംസാരിച്ചപ്പോൾ ഇന്നു തന്നെ ഇസ്രായേലിനെ അംഗീകരിക്കുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. പക്ഷേ തന്റെ പ്രശ്നം തന്റെ പിതാവാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രണ്ട്സ് ഓഫ് സിയോണിന്റെ സ്ഥാപകനും ദീർഘകാലമായി ഇസ്രായേലിലെ സുവിശേഷകനും പത്രപ്രവർത്തകനും നിരൂപകനും ഒക്കെയായി സേവനം അനുഷ്ഠിക്കുന്ന ഇവാൻസ് സൗദി കിരീടാവകാശിയുമായി 2 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഹമ്മദ് സൽമാന്റെ സഹോദരനും സൗദി വിദേശകാര്യ മന്ത്രിയും സന്നിഹിതരായിരുന്നെന്നും പറഞ്ഞു. അദ്ദേഹവും സമാനമായ അഭിപ്രായം പ്രകടിപ്പിച്ചതായി ഇവാൻസ് കൂട്ടിച്ചേർത്തു.